നാലാം വാർഷികത്തിലെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ LDF സർക്കാരിന് 100%-ലധികം മാർക്ക്. പ്രകടന പത്രികയിൽ നൽകിയ വാഗ്ദാനങ്ങളുടെ പുരോഗതി ജനങ്ങൾക്ക് മുന്നിൽ അക്കമിട്ട് സമർപ്പിച്ചപ്പോൾ പറഞ്ഞതിലധികം പൂർത്തീകരിച്ചതിന്റെ അഭിമാന നേട്ടവുമായാണ് സർക്കാർ 5ാം വർഷത്തിലേക്ക് കടക്കുന്നത്. 900 വാഗ്ദാനങ്ങളാണ് LDF 2021-ലെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് നൽകിയത്. അവയിൽ ഭൂരിഭാഗവും പൂർത്തിയാക്കിയതിന് പുറമെ 100-ലധികം പുതിയ പദ്ധതികളും നടപ്പിലാക്കി. സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്തു. അതിദാരിദ്ര്യമുക്തവും ലഹരിമുക്തവും മാലിന്യമുക്തവുമായ കേരളം സൃഷ്ടിക്കുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ടാണ് LDF സർക്കാർ മുന്നോട്ടു പോകുന്നത്. IT കയറ്റുമതി 8003 കോടിയിൽ നിന്നും 24,793 കോടി രൂപയാണ് വർദ്ധിച്ചത്. K-ഫോണിൽ 1 ലക്ഷം ഉപഭോക്താക്കൾ എന്ന നേട്ടവും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ ഒന്നാമതായും സംരംഭക വർഷം പദ്ധതിയെ വ്യവസായ മേഖലയെ ബെസ്റ്റ് പ്രാക്ടീസായി ദേശീയ തലത്തിൽ വിലയിരുത്തിയതുമെല്ലാം കേരളത്തെ അടയാളപ്പെടുത്തുന്നതായി. ലോക കേരള സഭയെ മാതൃകയാക്കാൻ കേന്ദ്ര സർക്കാരിന്റെ നടപടികളുണ്ടായി. കായിക, ഗതാഗത, വൈദ്യുതി, ജലവിഭവ, വിദ്യാഭ്യാസ മേഖലകളിലെല്ലാമുള്ള കേരളത്തിന്റെ പുരോഗതി പ്രോഗ്രസ് കാർഡിലൂടെ ജനങ്ങൾക്ക് മുന്നിലെത്തുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ വിഹിതം കൂടി ലഭ്യമാക്കിയാണ് ദേശീയപാത വികസനം യാഥാർത്ഥ്യമാക്കിയത്. വൈദ്യുതി ലഭ്യത തടസ്സമില്ലാതെയാക്കാൻ പവർ ഹൈവേകളും ഗെയിൽ പൈപ്പ് ലൈനും പൂർത്തീകരിച്ചതും സംസ്ഥാന സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ പ്രതിഫലനമായി. വിഴിഞ്ഞം തുറമുഖം ലക്ഷ്യമിട്ടിരുന്നതിനു മുമ്പ് യാഥാർത്ഥ്യമാക്കാനായി. കാർഷിക, വ്യവസായ, ഉൽപാദന, സേവന മേഖലകളിലെല്ലാം വളർച്ച ഉണ്ടാക്കുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നതിനുള്ള സർക്കാർ ഇടപെടലുകൾ ഫലം കണ്ടു. സംരംഭകത്വ പ്രോത്സാഹനത്തിന്റെ ഭാഗമായി 3,53,133 പുതിയ സംരംഭങ്ങളാണ് ആരംഭിച്ചത്. അവയിൽ 22,688.47 കോടി രൂപയുടെ നിക്ഷേപവും 7,49,712 തൊഴിലവസരങ്ങളും ഉണ്ടായി. രാജ്യത്തെ ആകെ നിയമനങ്ങളിൽ 42% കേരളത്തിൽ നിന്നാണെന്ന് UPSCയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. 2016 മുതൽ ഇതുവരെ കേരളത്തിൽ 2,80,915 ഉദ്യോഗാർത്ഥികൾക്കാണ് PSC നിയമനം നൽകിയത്. വ്യവസായ സേവന മേഖലകൾക്കൊപ്പം തന്നെ കാർഷിക മേഖലയുടെ വികസനത്തിലും പ്രത്യേക ശ്രദ്ധയാണ് പതിപ്പിക്കുന്നത്. ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ മാർച്ച് വരെ 4,51,631 വീടുകൾ നിർമ്മിച്ചു നൽകി. 5 ലക്ഷം വീടുകൾ പൂർത്തീകരിക്കുമെന്ന വാഗ്ദാനം നടപ്പിലാക്കുമെന്നും പ്രോഗ്രസ് റിപ്പോർട്ട് ഉറപ്പു നൽകുന്നുണ്ട്. 2016 മുതൽ ഇതുവരെ 4,956 പട്ടയങ്ങളാണ് വിതരണം ചെയ്തത്. 2021 ശേഷം മാത്രം 2,23,945 പട്ടയങ്ങൾ നൽകി. 5 ലക്ഷം പട്ടയങ്ങൾ എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുമെന്ന ഉറപ്പാണ് പ്രോഗ്രസ് റിപ്പോർട്ട് നൽകുന്നത്. കേരളത്തെ പൂർണ്ണമായും അതിദാരിദ്ര്യമുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. അതിദരിദ്രരാണെന്ന് കണ്ടെത്തിയ 64,006-ൽ 59,707 കുടുംബങ്ങളെ അതിദാരിദ്ര്യമുക്തമാക്കി. ഇടക്കാലത്ത് കുടിശ്ശികയായിരുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്തു നൽകി വരികയാണ്. 62 ലക്ഷം ഗുണഭോക്താക്കൾക്കുള്ള സാമൂഹ്യക്ഷേമ പെൻഷൻ എല്ലാ മാസവും കൃത്യമായി നൽകുന്നതിലും പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾക്ക് പുറമെയാണ് 100-ലധികം പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കിയത്. ഗ്രീൻ ഹൈഡ്രജൻ പ്രോത്സാഹന പദ്ധതിയും ക്രൂയിസ് ടൂറിസം പോളിസിയും ജൈവ വൈവിധ്യ സർക്യൂട്ടുമെല്ലാം ഇത്തരത്തിലുള്ളവയാണ്. ഡിജിറ്റൽ സർവേ, എന്റെ ഭൂമി സംയോജിത പോർട്ടൽ, പട്ടയ മിഷൻ, യൂണിക് തണ്ടപ്പേർ, കൃഷി, മൃഗസംരക്ഷണ, ക്ഷീര വികസന മേഖലയിലെ നിരവധി പദ്ധതികളും സർക്കാർ നടപ്പിലാക്കി. കതിർ, അവളിടം, മാരിവില്ല് എന്നിങ്ങനെ ക്ലബ്ബുകളും രൂപീകരിച്ചു. വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന LDF സർക്കാരിന് നിരവധിയായ ദേശീയ, അന്തർദേശീയ പുരസ്കാരങ്ങളും ഈ കാലയളവിൽ ലഭിച്ചു.